എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന കിബയെ കാണിക്കുന്നു. കുട്ടപ്പനാവട്ടെ ഒരു തുണിയെടുത്ത് ചാടി വീണ് കിബയെ അങ്ങനെ തന്നെ രക്ഷിക്കും. വേറെ വഴിയില്ലാതെ ഇപ്പൊ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകളെ അകത്തേക്ക് കടത്തിവിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അകത്ത് ആ ചുന്ദരി പെണ്ണാവട്ടെ ഇപ്പൊ കുരനയുടെ ബോഡി അത് പകുതിയും അവള് പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞു. ആ ചുന്ദരി അവള് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിന്നോട് ഞാൻ ഒരുപാട് സമയമായി ചോദിക്കുന്നു, നീ സത്യം പറ. തേർഡ് ഹൊക്കാഗെ എന്നെയും എന്റെ പാരന്റ്സിനെയും ക്ലാനെയും എല്ലാം തന്നെ നശിപ്പിക്കാൻ ഏർപ്പാടാക്കിയത്. ഇനി നീ സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ മുഴുവനായിട്ടും ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് അവളിപ്പോ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതിന് കുറേണ പറയും, നീ എല്ലാം തന്നെ ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തേർഡ് ഹൊക്കാഗെ ഒരിക്കലും നിന്നെയും നിന്റെ ക്ലാനെയും നശിപ്പിച്ചു കളയാനായിട്ട് പറയില്ല. ഞാനാണ് എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ പവറിനെ എല്ലാം തന്നെ സീൽ ചെയ്ത് കളഞ്ഞത്. നിനക്ക് പ്രതികാരം തീർക്കണമെങ്കിൽ അതെന്നോട് മാത്രം ചെയ്യുക. ദയവ് ചെയ്ത് എന്റെ ഗ്രാമം അതിന് വെറുതെ വിടാനായിട്ട് ഇപ്പൊ കുർണ അവളോട് പറയും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഷിനോടെ ഈച്ചകളാവട്ടെ ആ ഒരു ചുന്ദരി പെണ്ണിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ചുന്ദരി പെണ്ണിനെ പിടിച്ചു കെട്ടി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഈച്ചകളെ എല്ലാം തന്നെ അവൾ തുരത്തി ഓടിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ചുന്ദരിയെ നേരിടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ മുന്നിൽ തീ കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ പേടിച്ച് വിറച്ചു നിൽക്കും. ആ സമയത്ത് അവന്റെ ക്ലൗൺസ് തൂക്കിയെടുത്ത് കുട്ടപ്പനെ അകത്തേക്ക് കൊണ്ടുപോകും. കുട്ടപ്പൻ അകത്തേക്ക് കയറുമ്പോ അവിടെ കുറേണ പകുതി മറന്നതായിട്ട് അവൻ കാണും. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, കുറേണ അവളുടെ ബാക്കി എവിടെ? നീ അവളെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അതിനാ ചുന്ദരി ദേഷ്യപ്പെട്ട് പറയും, ഇവളും ആ ഒരു തേർഡ് ഹൊക്കാഗെയും ചേർന്നാണ് എന്റെ പാരന്റ്സിനെയും ഞങ്ങളുടെ ക്ലാനെയും അവസാനമായിട്ട് ഇപ്പൊ എന്നെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എത്ര ചോദിച്ചിട്ടും ഇവള് സത്യം പറയുന്നില്ല. അതുകൊണ്ട് ഇവളെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ചുന്ദരി പറയും. അത് കേട്ട് കുട്ടപ്പൻ അവനിപ്പോ നിലവിളിച്ച് പറയും, കുറേണയും ലീഫ് വില്ലേജും നിന്നെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. കുട്ടപ്പനോട് ഓൾറെഡി ആ ഒരു അപ്പാപ്പൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ വിളിച്ചു പറയും, യഥാർത്ഥ സത്യം അതെന്താണെന്ന് നീ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. അത് കേട്ട് കുർണ വേണ്ട വേണ്ട ഒന്നും പറയണ്ട, മാറി നിൽക്കടാന്ന് പറഞ്ഞ് കുട്ടപ്പനെ മാറ്റാൻ നോക്കുമെങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് സത്യം തുറന്നു പറയാൻ തുടങ്ങും. അതേസമയം പുറത്ത് സാക്കുറയും ബാക്കിയുള്ളവരും ആവട്ടെ ആ അപ്പൂപ്പന് ഇപ്പൊ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കാര്യമൊന്നും മനസ്സിലാവാതെ നമ്മുടെ മൈഗയാവട്ടെ അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങള് അപ്പാപ്പനോട് ചോദിക്കാൻ തുടങ്ങും. അതിന് അപ്പാപ്പൻ പറയും, ആ ഒരു ചുന്ദരി പെണ്ണിനെ അവളെ നോക്കാൻ കഴിവുള്ള ഒരേ ഒരാള് അത് കുർണ മാത്രമാണ്. ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് ഒരുപാട് പവർ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അക്കാദമിയിലേക്ക് അയക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അതോർത്തോർത്ത് അവൾ പതിയെ പതിയെ ഡിപ്രഷനിലേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവളുടെ വീടാകമാനം കത്തി തകർന്നത്. പക്ഷെ സ്വന്തം വീട് കത്തുന്നത് കണ്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ലാതെ അവളിത് നോക്കി നിന്നു. തീ കെടുത്താനായി ഞാൻ അവിടേക്ക് ഓടി വന്നപ്പോഴാണ് ആ ഒരു തീയില് വലിയൊരു മോൺസ്റ്ററിനെ കണ്ട് ഞാൻ പേടിച്ചു പോയത്. അതൊരു ലേഡി മോൺസ്റ്റർ ആണ്. മാത്രമല്ല അതിന്റെ പവർ വളരെയധികം കൂടുതലാണ്. അപ്പൊ അതേ സമയത്ത് ഇവിടെ ചുന്ദരി പെണ്ണാവട്ടെ സത്യം എന്താണ് എന്നോട് തുറന്നു പറയാന്ന് പറഞ്ഞ് അവൾ അലറിക്കരയാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിൽ നിന്ന് ഒരു പിക്ചർ അവിടേക്ക് വന്നു വീഴും. കുറേണയ്ക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതവളുടെ ഫ്ലാഷ് ബാക്ക് ആണ്. കുട്ടപ്പനോട് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ എടുക്കാനായിട്ട് അവൾ വിളിച്ചു കാറും. കുട്ടപ്പൻ ചാടി വീണ് ആ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്കും ആ ഫോട്ടോയിലുണ്ടായിരുന്ന പെയിന്റിങ് എല്ലാം തന്നെ ഇപ്പൊ കുട്ടപ്പനെ മടക്കി ലോക്ക് ചെയ്ത് പിടിക്കും. ആ ഒരു പെയിന്റിങ് അത് മുഴുവനായിട്ട് റിമൂവായി അതിലുള്ള ചിത്രം അത് കണ്ട് ഇപ്പൊ ചുന്ദരി പെണ്ണാവട്ടെ ഷോക്കായി നിൽക്കും. അവളുടെ സ്വന്തം വീട് അത് കത്തി നശിക്കുമ്പോ നോക്കി നിൽക്കുന്ന നമ്മുടെ ചുന്ദരി പെണ്ണിനെ ആയിരിക്കും അവൾ അതിൽ കാണുക. ആ ചിത്രം കാണുമ്പോ അവള് ഫ്ലാഷ് ബാക്ക് അത് ഇമാജിൻ ചെയ്യാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവളൊരു ഷിനോബിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവൾ വലിയ ഡിപ്രഷനിലേക്ക് വീണപ്പോ അവളുടെ അച്ഛനും അമ്മയും ആവട്ടെ, നീ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് പോലെ വലിയൊരു ഷിനോബി ആകണമെന്ന് ഞങ്ങൾ പറയില്ല. നിനക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളുടെ പാരന്റ്സ് അവളെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൾക്ക് സ്ട്രെസ് കൂടിക്കൂടി അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ അത് പതിയെ ഇപ്പൊ പുറത്തേക്ക് വരും. അത് പുറത്തു വന്ന ഉടൻ തന്നെ വലിയൊരു തീഗോളം ഉണ്ടാക്കി അതിൽ അവളുടെ വീടും അച്ഛനെയും അമ്മയെയും എല്ലാം തന്നെ
അവൾ എരിച്ചില്ലാതാക്കും. അത് കണ്ട് ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണിന് ഒരുപാട് വിഷമാവും. ഞാൻ കാരണമാണ് എൻ്റെ പാരൻസ് മരിച്ചത്. എൻ്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെയാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങും. അത് കേട്ട് കുറേണ പറയും, ഒരിക്കലുമല്ല, നിന്റെ ബോഡിയിലുള്ള ഒരു മോൺസ്റ്റർ ആണ് ഇതിനെല്ലാം കാരണം. പക്ഷെ ചുന്ദരിപ്പെണ്ണ് അതൊന്നും കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂർത്ത ബ്രഷ് എടുത്ത് അവളുടെ വയറ്റിലേക്ക് തന്നെ ഇപ്പൊ ആഞ്ഞങ്ങോട്ട് കുത്തും. കുട്ടപ്പം വിളിച്ചു കാറുമെങ്കിലും അപ്പോഴേക്കും ചുന്ദരിപ്പെണ്ണിനെ തന്നെ ഇപ്പൊ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ ഫോട്ടോയിലുള്ള അതേ ചുന്ദരിപ്പെണ്ണ് തന്നെ ആ ഒരു കത്തി ഇപ്പൊ പിടിച്ചു വെക്കും. ഇവിടെ അപ്പാപ്പൻ പറയും, അവളുടെ വീട് കത്തി നശിച്ചതിന് ശേഷം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴാണ് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡില് ആ ഒരു മോൺസ്റ്റർ അത് സ്ഥിതി ചെയ്യുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. അവളുടെ ഉള്ളിലെ ആ ഒരു പ്രഷർ അത് ട്രിഗർ ആവുമ്പോ മോൺസ്റ്റർ അതിന്റെ ഫുൾ പവർ എടുത്ത് പിന്നീട് പുറത്തേക്ക് വരും. ആ ഒരു മോൺസ്റ്റർ അത് പുറത്തു വന്ന ഞങ്ങളുടെ ക്ലാനും അതുപോലെ തന്നെ ലീഫ് വില്ലേജും അത് നശിപ്പിക്കും. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലീഫ് വില്ലേജിലെ തേർഡ് ഹോക്കാഗെ അറിയിച്ച് ചുന്ദരിപ്പെണ്ണിനെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണമെന്ന് പറഞ്ഞു. പക്ഷെ തേർഡ് ഹോക്കാഗെ അതിനെന്നെ അനുവദിച്ചില്ല. മറിച്ച് അവളുടെ പവറുകളെല്ലാം തന്നെ സീൽ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ഭയങ്കരമായിട്ടുള്ള പവർ അത് ഒരുപാട് നാളത്തേക്ക് സീൽ ചെയ്ത് വെക്കാനും കഴിയില്ല. അതുകൊണ്ട് അവളെ കൺട്രോൾ ചെയ്യാനും അവളുടെ പവറിനെ അത് മുഴുവനായിട്ടും സീൽ ചെയ്യാൻ അവൾക്ക് മാത്രമായിട്ട് ഞാനൊരു ഇൻസ്ട്രക്ടറെ കൂടെ കൊടുക്കാം. അങ്ങനെ അവൾക്കായി കൊടുത്ത ഇൻസ്ട്രക്ടറാണ് സാക്ഷാൽ നമ്മുടെ കുറേണ. ഈ രഹസ്യം എനിക്കും ചുന്ദരിപ്പെണ്ണിനും കുർണയ്ക്കും മാത്രമേ അറിയാവുന്നതായിട്ട് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവളിപ്പോ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് കുർണയെ അവളെ തെറ്റുകാരിയാക്കാൻ നോക്കുകയാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കിബയ്ക്കും മൈഗയ്ക്കും എല്ലാം തന്നെ സത്യം ബോധ്യപ്പെടുക. കുറേണ മാസ്റ്ററെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ കിബയാവട്ടെ ആ ഒരു കോട്ട ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങും. ഇവിടെ ഹിനട്ടെ ആവട്ടെ അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ട് അതിന് കഴിയില്ല. ഷിനോയുടെ ഈച്ചകള് അത് പോയതുപോലെ തന്നെ ഇപ്പൊ തിരികെ വരും. അപ്പൊ അവർക്ക് മനസ്സിലാവും അകത്തിപ്പോ ചക്ര പവർ അത് വളരെയധികം കൂടുതലാണ്. റൂമിന്റെ അകത്ത് ആ ഒരു ഫോട്ടോയിലുള്ള നമ്മുടെ ചുന്ദരിപ്പെണ്ണാവട്ടെ യഥാർത്ഥ ചുന്ദരിയുടെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചുന്ദരി ചോദിക്കും, നീ ആരാണ്, എന്തിനാണ് ഇപ്പൊ എന്റെ കൈ അത് പിടിച്ചു വെച്ചിരിക്കുന്നത്? അതിനാ ചിത്രത്തിലുള്ളവള് പറയും, ഞാൻ നീ തന്നെയാണ്. ഇപ്പൊ മരിക്കേണ്ടത് നീയല്ല, മറിച്ച് നിന്നെ ദ്രോഹിച്ച ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് നിന്നെ സഹായിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവളാണ് ഞാനെന്ന് പറഞ്ഞ് ആ ഒരു മോൺസ്റ്റർ അവള് പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വരുന്ന കാണുമ്പോ ഇപ്പൊ കുറേണയ്ക്കാവട്ടെ അവളുടെ ടെൻഷൻ അത് കൂടി വരും. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ചുന്ദരിപ്പെണ്ണിന് അവൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവളുടെ ഉള്ളിലെ ഈ ഒരു ഭീമൻ മോൺസ്റ്റർ കണ്ട് കുറേണ ഒരുപാട് തവണ പേടിച്ചു പോയിട്ടുണ്ട്. ആക്ച്വലി തേർഡ് ഹോക്കാഗെ പറഞ്ഞതും അവളുടെ ബോഡിയിലുള്ള ഈ ഒരു മോൺസ്റ്ററെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയാണ്. പക്ഷെ ചുന്ദരിപ്പെണ്ണ് അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തു. ഇത്രയും നാളും കുറേണ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവള് കാരണമാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ തകർന്നു പോവും. അതുകൊണ്ട് തന്നെ എല്ലാ മോശപ്പേരും കുറേണ അവൾ അവളുടെ തലയിൽ വെച്ച് കെട്ടി. കുട്ടപ്പൻ പതിയെ ഇപ്പൊ കുറേണയുടെ തൊട്ടടുത്തെത്തുമ്പോ ആ മോൺസ്റ്റർ ആവട്ടെ കുട്ടപ്പന് നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. അപ്പോഴത്തേക്കും കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഭൂതത്തെ അടിച്ചോടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. കുറേണ അത് കണ്ട് ഇപ്പൊ വിളിച്ചു പോവും, കുട്ടപ്പ ഓടിക്കോ, നിന്നെ കൊണ്ട് അതിനെ പിടിച്ചു കെട്ടാനാവില്ല. കുറേണ ഉടനെ ആ ഒരു ചുന്ദരിപ്പെണ്ണിനോട് പറയും, നീ വിചാരിച്ചാൽ മാത്രം ആ ഒരു മോൺസ്റ്ററിനെ ഇപ്പൊ പിടിച്ചു കെട്ടാം. അപ്പൊ ചുന്ദരിപ്പെണ്ണ് ഇപ്പൊ വേറെ വഴിയില്ലാതെ അവളുടെ ഗെഞ്ചിപ്സു പവർ എടുത്തുകൊണ്ട് ഒരു കത്തിയും കയ്യിലെടുത്ത് അവളിപ്പോ അങ്ങനെ തന്നെ ആ ഒരു ഭൂതത്തിന്റെ അടുത്തേക്ക് വരും. ആ ഒരു ഭൂതം അത് കുട്ടപ്പനെ ഇപ്പൊ തല്ലിക്കൊന്നോണ്ടിരിക്കാണ്. ചുന്ദരിപ്പെണ്ണ് ചാടി വീണ് അവളുടെ ആ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് മോൺസ്റ്ററിന്റെ നെറ്റി തന്നെ കുത്തി അങ്ങോട്ട് കയറ്റും. ആ ഒരു കത്തി പ്രയോഗത്തില് ഇപ്പൊ മോൺസ്റ്റർ ആവട്ടെ അങ്ങനെ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ചുന്ദരിപ്പെണ്ണ് അവള് തളർന്ന് താഴെ വീഴുമ്പോ ഇപ്പൊ കുറേണ ആവട്ടെ അവളെ താങ്ങിയെടുക്കും. അപ്പൊ കുട്ടപ്പൻ കാണും അവരുടെ രണ്ടുപേരുടെയും പുറകിലായിട്ട് ആ ഒരു ചിത്രം അതങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഇപ്പൊ ലീഫ് വില്ലേജ് തന്നെ പഴയതുപോലെ ആയിത്തീരും. കിബയ്ക്കും ഷിനോയ്ക്കും ഹിനട്ടയ്ക്കും അവരുടെ മാസ്റ്ററെ അങ്ങനെ തിരികെ കിട്ടും. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് അവന്റെ ടീം ഓർമ്മ വരും. അതിലിപ്പോ സാസുകയില്ല. അതോർക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഒറോച്ചിമാറുവിനോട് കാലി കേറി വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.